മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യനായി അവതരിച്ച ഉണ്ണിയേശുവിന് ആരാധനകൾ അർപ്പിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രി ഉണ്ണിയേശുവിന് അർപ്പിക്കുന്ന ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ഒരു കാണിക്കയായി അവിടുത്തേക്ക് നൽകാം. വാനിൽ മാരോളിയിൽ വെൺമേഘച്ചിറകിൽ ഈശോ മിശിഹാ ആഗതനാകുന്നു പൂവിൽ ഈശോ മിശിഹാ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്റെ വലിപ്പം അവന്റെ ആകാരത്തിലല്ല എന്ന് കാണിക്കുവാൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് കാലിത്തൊഴുത്തിൽ ഒരു ഉണ്ണിയായി പിറന്ന ഉണ്ണീശോയെ നമുക്ക് ഈ ദിവ്യ കാരുണ്യത്തിൽ നോക്കിക്കാണാം പ്രിയരെ. ലൂക്ക 2:10 സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ദൂതൻ ഇപ്പോൾ നമ്മളെ അറിയിക്കുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന്. 2021 വർഷങ്ങൾക്ക് മുൻപ് ദാവീദിന്റെ പട്ടണത്തിൽ മറ്റാർക്കും വേണ്ടിയല്ല, നമുക്കായി, നമുക്ക് മാത്രമായി ഒരു രക്ഷകൻ ജനിച്ചു. സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശിമിയോൻ ഉണ്ണിയെ കൈകളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ രക്ഷകനെ കുറിച്ചറിഞ്ഞ ദാവീദ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഹല്ലേലൂയ പാടുമെന്ന്. അങ്ങനെയെങ്കിൽ നമുക്കായി തന്ന ഈ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പാടിയ മലക്കമാരോട് ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ നന്ദി, സ്വേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വേ സ്വേ സ്വേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വേ നന്ദി പറയുന്നു. സ്വേ 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 സ്വേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. ഉണ്ണീശോയെ കാണുവാൻ വന്ന ജ്ഞാനികൾ തങ്ങളുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സ്വർണവും കുന്തിരിക്കവും മേറയും കാഴ്ചയായി അർപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കും നമ്മുടെ ഹൃദയമാകുന്ന നിക്ഷേപപാത്രം തുറന്ന് ഉണ്ണീശോയ്ക്ക് കാഴ്ച സമർപ്പിക്കാം. ഈശോയെ, ഈശോ പറയുന്നു, നിനക്കുള്ളത് നീ കൊണ്ടുവരിക. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമുക്കുള്ളത്, നമുക്കെന്താണോ നമ്മുടെ കൈവശമുള്ളത് അതെടുത്ത് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാം. കാലിത്തൊഴുത്തുപോലെ മ്ലേച്ഛമായ നിന്റെ ജീവിതമാണോ നിനക്കുള്ളത്? പാറക്കെട്ടുകൾ പോലെ പ്രതിസന്ധി നിറഞ്ഞ നിന്റെ ജീവിതമാണോ നിനക്കുള്ളത്? ഓ കല്ലറ പോലെ ശൂന്യമാണോ നിന്റെ ജീവിതം? ഈശോ പറയുകയാണ്, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിലൊന്ന് തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരുമെന്ന്. നമുക്ക് തുറന്നു കൊടുക്കാം പ്രിയരെ. സത്രം സൂക്ഷിപ്പുകാരനെ പോലെ നീ നിന്റെ ഹൃദയം അടച്ചു കളയരുതേ. ആട്ടിടയന്മാരെ പോലെ നിനക്കുള്ളത് നിനക്കൊന്നു കൊടുക്കാമോ? വചനം നമ്മോട് പറയുന്നു, അവൻ സ്വജനത്തിന്റെ അടുക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്ന്. ഇതാ ഈശോ രക്ഷകനായി നമ്മുടെ ഇടയിലേക്ക് തന്റെ സ്വജനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം പ്രിയരേ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഈശോയെ നീ വരണമേ, രക്ഷകനായി നീ വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. പിതാവേ, അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് അരുളി ചെയ്ത ഈശോയോട് ചേർന്ന് തിരുസഭയെയും തിരുസഭാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭയം കൂടാതെ സന്തോഷത്തിന്റെ ഈ സദ്വാർത്ത ലോകം മുഴുവൻ അറിയിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ അങ്ങയുടെ ഈ സമാധാനം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ
തിരുസഭാ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈശോ, 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 ഈശോ. നിറയേണമേ അഭിഷേകം ചെയ്യണം. തീജ്വാലയായി റൂഹായി വരേണമേ, ആത്മാവിൽ നിറയേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായി വരേണമേ, അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു: അപ്രകാരം നിങ്ങളുടെ സൽപ്രവൃത്തികൾ മൂലം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ഈ പ്രകാശം അനേകായിരങ്ങളിലേക്ക് പകർന്നു നൽകുവാനായി വഴികാട്ടികളായി, മാർഗനിർദ്ദേശികളായി, തിളങ്ങുന്ന നക്ഷത്രങ്ങളായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും ലീഡേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഒരു തിരുമൽ കാഴ്ചയായി നിന്റെ പുൽക്കൂട്ടിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണയുടെയും ദൈവമഹത്വത്തിൻ്റെയും പ്രകാശം അവരിൽ കത്തിജ്വലിക്കട്ടെ. ഈ ജ്വലിക്കുന്ന അഭിഷേകം അവരിൽ നിന്ന് അനേകരിലേക്ക് നദികളായി ഒഴുകിയിറങ്ങട്ടെ. യേശുവേ, അങ്ങയുടെ ആ വലിയ കൃപയും അനുഗ്രഹവും അവരിൽ നിറഞ്ഞു നിൽക്കട്ടെ. എളിമയും സ്നേഹവും ദയയും കരുണയും വിശ്വസ്തതയും ഉള്ള നിറകുടങ്ങളായി അവർ ഓരോരുത്തരും മാറ്റപ്പെടട്ടെ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ ചൊരിയണമേ, കർത്താവേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, കർത്താവായ അനുഗ്രഹിച്ച അനുഗ്രഹമാക്കണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവേ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഉണ്ണീശോയെ എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മത്തായി 5:16 പറയുന്നത് പോലെ നിങ്ങളുടെ വെളിച്ചം എൻ്റെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ ഈശോയെ, ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഓരോ നേഴ്സുമാരെയും വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഉണ്ണീശോയെ, അങ്ങ് പുൽക്കൂട്ടിൽ വന്നത് ഞങ്ങൾ ഓരോരുത്തരെയും രക്ഷിക്കുവാനാണ്. കർത്താവായ ഈശോയെ, അങ്ങ് പുൽക്കൂട്ടിൽ രക്ഷകനായി പിറന്ന് ഞങ്ങളെ സ്വന്തമാക്കിയതുപോലെ കർത്താവെ, ഓരോ നേഴ്സുമാരും മറ്റൊരു ക്രിസ്തുവായി മാറുവാനായിട്ട് കർത്താവെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ രക്ഷ ലോകത്തിൻ്റെ അറ്റം വരെ കൊടുക്കുവാനായിട്ട് ഓരോ നേഴ്സുമാരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷയുടെ അഭിഷേകത്താൽ ഓരോ നേഴ്സുമാരും ഒരു വിശുദ്ധയും വിശുദ്ധനുമായി മാറുവാനായിട്ടുള്ള അഭിഷേകം പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ.
തിരുക്കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും ഓരോ നേഴ്സുമാരുടെ കുടുംബങ്ങളിലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള നേഴ്സുമാരെ പൂർണ്ണമായി ഈശോയെ അങ്ങയുടെ പുൽക്കൂട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ, സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. സ്നേഹ ഈശോയെ, നസ്രത്തിലെ തിരുക്കുടുംബത്തോട് ചേർത്ത് ഓരോ കുടുംബത്തെയും ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൽ വിളങ്ങി നിന്നിരുന്ന ശാന്തിയും സമാധാനവും ആനന്ദവും കൊണ്ട് ഓരോ കുടുംബത്തെയും അവിടെ നിന്ന് നിറയ്ക്കണമേ. മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവർഗത്തെ ദൈവത്തോളം ഉയർത്തുവാൻ സ്വയം ചെറുതായ നല്ല ഈശോയെ, ആ വലിയ മനോഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ആശംസിച്ച ഈശോയെ, ഞങ്ങളെ നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റണമേ. അങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ വഹിക്കുവാനായിട്ട്, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ഈശോയെ വളർത്തുവാനായിട്ട്, ജ്ഞാനികളെ പോലെ ഈശോയെ സംരക്ഷിക്കുവാനായിട്ട് ഓരോ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കായി കാലിത്തൊഴുത്തിൽ പെരുന്ന ഉണ്ണി മിശിഹായെ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആട്ടിഴയന്മാർക്ക് കൊടുത്ത സന്ദേശം ലോകം മുഴുവനുമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവായ ഈശോ മാലാഖയിലൂടെ നമുക്കായിട്ട് നൽകപ്പെടുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ പുൽക്കൂട്ടിൽ പിറന്ന വീണ മിശിഹ, ഒരപ്പമാകുവാൻ വേണ്ടിയിട്ട് പുൽക്കൂട്ടിൽ പിറന്നു വീണവൻ, വലിയവനെന്നോ ചെറിയവനെന്നോ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും സമീപിക്കുവാൻ സാധ്യമായ ക്രിസ്തു ഒരു പുൽക്കൂട്ടിൽ ജാതനായി. വാതിലുകളോ അടച്ചുറപ്പുകളോ ഇല്ലാതെ ഏവർക്കും ഏതു സമയത്തും സമീപിക്കാവുന്നതിലൂടെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് പിറന്നു വീണവൻ. ഈ ക്രിസ്മസ് ദിനത്തിൽ അവനെ നമ്മൾ ആരാധിക്കുമ്പോൾ
ലോകം മുഴുവനെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് തികച്ചും ഒരു സന്തോഷത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ഓരോ വിശ്വാസം സംബന്ധിച്ചിടത്തോളവും ഒരു അനുഭൂതിയുടെ നിമിഷമാക്കി തീർക്കുവാൻ വേണ്ടി, അവനെ അനുഭവിക്കുവാൻ, അവനെ സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, രാജനായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിനം ഏവർക്കും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ദിനമാക്കി നമുക്ക് മാറ്റാം. പ്രത്യേകമായിട്ട് ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിന് നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് ദിനം അനുഗ്രഹത്തിൻ്റെയും അനുഭൂതിയുടെ ദിനമായതുപോലെ തന്നെ ശൂന്യവൽക്കരിക്കുവാൻ വേണ്ടി സ്വയം എളിമപ്പെട്ടുകൊണ്ട് പുൽക്കൂട്ടിൽ പിറന്നു വീണവൻ അനേകം ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഹനത്തിലൂടെയും രോഗത്തിലൂടെയും പാപത്തിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാനസാന്തരത്തിന് നിമിഷങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീർക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും എല്ലാ നിയോഗങ്ങളെയും ഈ ദിനം ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരപ്പമായിട്ട് നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നവൻ നമുക്ക് സൗഖ്യവും പ്രതീക്ഷയും പ്രത്യാശയും ആയി മാറുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ ദീപമായിട്ട് മാറുവാൻ വേണ്ടി ആട്ടിടയിലേക്ക് നക്ഷത്രമായിട്ട് പ്രകാശമായിട്ട് കടന്നു ചെന്നുകൊണ്ട് അവരിലേക്ക് ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ സന്ദേശം അറിയിച്ചപ്പോൾ അത് അവർക്ക് വലിയ സന്തോഷമായി തീർന്നതുപോലെ ഈ ദിനം നമുക്കും ഏറ്റവും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തികച്ച് വേദനിച്ച് കഴിയുന്നവർ, പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്നവർ അവരെയൊക്കെ ഒരു നിമിഷം കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരാൽ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം
ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നാമിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. എമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോടു കണ്ണായി കാണാം നാമത്തെ, പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടും. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.